ഇന്ന് രാവിലെ ഉണ്ടായ സ്ഫോടനം തൃപ്പുണിത്തറ ചൂരക്കാട് തെക്കും ഭാഗത്ത് നിന്ന് രാവിലെ ഉണ്ടായ സ്ഫോടനത്തിൽ 6 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 പേരുടെ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തകർന്ന ഒരു വീടിന് സ്ഫോടനത്തിൽ തകർന്ന ഒരു വീടിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വീടിന്റെ അകം കണ്ടാൽ തന്നെ അറിയാം സ്ഫോടനത്തിന്റെ ഒരു ആക്കം എത്രത്തോളം കഠിനമായിരുന്നു എന്നുള്ളത്. എല്ലാം പൊട്ടിത്തെറിച്ച് ഒരു വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ഈ വീട് പോയിട്ടുണ്ട്. ഈ വീട്ടിൽ 2 കുഞ്ഞുങ്ങളും ഒരു സ്ത്രീയും പുരുഷനുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീടിന്റെ ഓരോ ഭാഗങ്ങളും ചിന്നിച്ചിതറി മൊത്തത്തിൽ വീട് മൊത്തം ഒരു അലങ്കോലമായ അവസ്ഥയിലേക്ക് വീടിന്റെ പൂർണ്ണമായ വീട് തകർന്ന ഒരു നിലയിലേക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലെ ചേട്ടാ എപ്പോഴായിരുന്നു ഈ സംഭവം? 10 മണിയാണ് രാവിലെ 10:10 കൊള്ളിച്ചത്. ഞാൻ ഇവിടെ ഉണ്ടായില്ല, ഞാൻ കടവന്ത്രയിലാവും. ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ. അതെ, ഇതുപോലെ ഇവിടെ പടക്കത്തിന്റെ ഷെഡിന് തീ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ പൊളിച്ചു. ഇവിടെ 3 പേരുണ്ടായി, 2 ചേട്ടത്തി 2 പിള്ളേര്. കുഴപ്പമില്ല, ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്, ദേവി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഗുരുതരമായ അവസ്ഥ എന്തെങ്കിലും ഇല്ല. വീട് പൂർണ്ണമായും തകർന്നു അല്ലേ? പൂർണ്ണമായിട്ടും തകർന്നു. വീട് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ മൊത്തം ചില്ലുകൾ പൊട്ടി മൊത്തത്തിൽ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിരവധി വീടുകളാണ് ഈ ഭാഗത്ത് പൊട്ടി തകർന്നത്. അതായത് ഇവിടെ ഒരു പുതിയ കാവ് എന്ന് പറയുന്ന തൃപ്പൂണിത്തറയിലെ ഒരു അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന കരിമരുന്നാണ് പൊട്ടിത്തെറിച്ചത്. ഒരു ഷെഡിലേക്ക് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനിടയിൽ ട്രാവലറിൽ നിന്ന് ഈ കരിമരുന്ന് പൊട്ടി തെറിച്ച് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 5 യൂണിറ്റ് ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം നിരവധി പേർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ വീടിന്റെ ഒരു അവസ്ഥ ഒന്ന് കണ്ടു നോക്കണം. ഈ വീടിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമായിരുന്നു ഈ സ്ഫോടനത്തിന്റെ ഒരു ഉഗ്രത എന്നുള്ളത്. എന്താണ് ഈ സ്ഫോടനം നടന്നതിന്റെ പിന്നിൽ എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇവിടെ മുഴുവൻ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. നിരവധി ചില്ലുകൾ പൊട്ടിത്തെറിച്ച് മൊത്തത്തിൽ വീട് തകർന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത്. പുറത്തൊക്കെ നിരവധി ആളുകളുണ്ട്. നമുക്ക് മൊത്തത്തിൽ നമുക്ക് എല്ലാവരോടും ഒന്ന് ഈ സ്ഫോടനത്തിന്റെ ഒരു ആഘാതം എത്രത്തോളം അവരെ അമ്പരപ്പിച്ചു അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി എന്നുള്ളത് നമുക്ക് ചോദിക്കാം. എന്തായാലും വലിയൊരു ഉഗ്ര സ്ഫോടനം തന്നെയാണ് നടന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിരവധി പേരാണ് ഇവിടെ. ഈ ഒരു നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത്. ചേട്ടാ, ഇത് കാണാൻ വന്നതാണോ? അറിഞ്ഞിട്ട് വന്നതാണോ? ചേട്ടാ, എങ്ങനെയായിരുന്നു ഈ സംഭവം? അറിയില്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. നിങ്ങൾ ഈ നാട്ടുകാരല്ല? അതെ, നാട്ടുകാരാണോ? സംഭവങ്ങളൊന്നും അറിയാൻ പാടില്ല എന്താന്നുള്ളത്. അതറിയാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സ്ഫോടനം എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ വാനിൽ നിന്ന് ഇറക്കിയായിരുന്നു കരിമരുന്ന് ഇറക്കി സാധനങ്ങൾ. ഈ അമ്പലത്തിൽ ഇന്ന് ലാസ്റ്റത്തെ ഉത്സവമാണ്? അല്ല, 2 കരവക്കാർ തമ്മിലുള്ള ഉത്സവമാണ്. ഇന്നലെ മത്സരമില്ല. ഇന്നലെ ഒരെണ്ണം കഴിഞ്ഞു. ഇന്ന് വടക്ക് കരവത്തിന്റെ നടക്കുകയായിരുന്നു. ഇത് വടക്ക് ഭാഗത്താണ്. ഇന്നലെ കഴിഞ്ഞു. വടക്ക് ഭാഗത്തിന്റെ അതിന് വേണ്ടി തയ്യാറെടുപ്പ് നടക്കുന്നതിന്റെ ഇടക്കാണ് സംഭവം. ഒരുപാട് വീടുകളൊക്കെ ഇഷ്ടംപോലെ വീടുകൾക്ക് നാശനഷ്ടം. ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡാണ് പൂർണ്ണമായിട്ടും നശിച്ചു പോയത്. ഇത് പടക്കം സൂക്ഷിക്കുന്ന ഷെഡാണ്. അത് പൂർണ്ണമായിട്ടും നേരത്തെ ഇവിടെ പടക്കശാലകൾ ഇല്ല. ഇത് വേണ്ടി ഇപ്പൊ ഉത്സവം അത്രേ ഉള്ളൂ. അത് ഒന്നും ഉണ്ടായി. ഇന്ന് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് ഇറക്കിയ ഇത് മാത്രമേ ഉള്ളൂ. നേരത്തെ ഉണ്ടായില്ല. ഒന്നും അറിയില്ല. ഇറക്കിയ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചായിരിക്കണം. ഈ വീട്ടിലെ മുൻവശത്ത് കിടക്കുന്ന കാറാണ്. ഈ കാറിന്റെ ഒരു അവസ്ഥ
നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പുറത്ത് ഒരുപാട് വീടുകൾ, അതായത് ഈ പടക്കം നിർമ്മിച്ചിരുന്ന ആ ഒരു ഷെഡ് അത് പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്ഫോടനം എത്രത്തോളം ഉഗ്ര സ്ഫോടനമായിരുന്നു എന്നുള്ളത് ഈ ഒരു പ്രദേശത്തെ വീടുകൾ നശിക്കുമ്പോൾ അല്ലെങ്കിൽ വീടുകൾ തകർന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഷെഡാണ് ഇവിടെ കരിമരുന്ന് അല്ലെങ്കിൽ ഇന്ന് കൊണ്ടുവന്ന പടക്കങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇറക്കുന്ന സമയത്താണ് പൊട്ടിത്തെറിച്ചത്. ആ ഷെഡ് പൂർണ്ണമായും തകർന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇവിടെയാണ് ഈ ഒരു ഷെഡാണ് പൂർണ്ണമായും തകർന്നത്. ഈ ഒരു പ്രദേശമാണ് മൊത്തത്തിൽ പൂർണ്ണമായും തകർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പുതിയകാവ് അമ്പലത്തിൽ തെക്ക് ഭാഗം വടക്ക് ഭാഗം രണ്ട് കരകൾ ചേർന്നുള്ള ഒരു ഉത്സവമാണ് നടന്നുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വടക്കും ഭാഗക്കാരുടെ ഒരു ഉത്സവത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള കരിമണലാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നത്. അതുമായി ബന്ധപ്പെട്ട് അത് ഇറക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു സ്ഫോടനം സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ഷെഡിലേക്കും ഒരു കേന്ദ്രത്തിലേക്കും തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനിടയിലാണ് ഈ ഒരു ഉഗ്ര സ്ഫോടനം നടന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്ഫോടനത്തിന്റെ ദുരൂഹത അത് വളരെ എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് കൺഫേം. ഞങ്ങൾ മീഡിയ എല്ലാവരും ഈ തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു, താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ 6 പേരായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അതായത് 2 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. ഇതിൽ ജോലി ചെയ്തിരുന്ന ഒരു ജോലിക്കാരൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീടിന്റെയൊക്കെ ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് നോക്കിയാൽ അപ്പോൾ എത്രത്തോളമാണ് ഈ ഒരു സ്ഫോടനം, ഉഗ്രസ്ഫോടനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചേട്ടാ ചേട്ടാ എന്തായാലും ഈ ഒരു എന്തായാലും തൊട്ടടുത്ത് വീടുകൾ തിങ്ങി പാർക്കുന്ന, അതായത് തൊട്ടടുത്തടുത്ത് വീടുകളുള്ള ഒരു പ്രദേശമാണിത്. ഈ വീടുകൾ പൂർണ്ണമായും തകരാൻ സാധ്യതയുള്ളത് കൊണ്ട് ജനങ്ങളെ സുരക്ഷിതരാക്കുന്ന ഒരു
ജനങ്ങളെ സുരക്ഷിതരാക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഇപ്പോൾ. എന്തായാലും ഫയർഫോഴ്സും പോലീസും എല്ലാം ഇവിടെ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ടു എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ജോലി ചെയ്തിരുന്ന വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത